ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പിന്നെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവവചനവുമായിട്ടായിരിക്കാൻ ദൈവം തരുന്ന സാവകാശത്തിനായ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. Read a verse from Proverbs chapter 11, verse 1 and 2. Verse 2. Proverbs chapter 11, verse 2. When pride comes, then comes shame. With the humble is wisdom. വായിച്ചാട്ടെ. അഹങ്കാരം വരുമ്പോൾ ലജ്ജ വരുന്നു, താഴ്മയുള്ളവരുടെ പക്കലോ ജ്ഞാനമുണ്ട്. Yeah. When pride comes, then comes shame. But with the humble is wisdom. ഇംഗ്ലീഷിൽ പ്രൈഡ് എന്ന് നമ്മൾ പറയുമ്പം ആ വേർഡിന് ദർ ഇസ് എ പോസിറ്റീവ് മീനിങ്, ദർ ഇസ് ഓൾസോ നെഗറ്റീവ് മീനിങ്. വാട്ട് ഈസ് എ പോസിറ്റീവ് മീനിങ്? പോസിറ്റീവ് മീനിങ് ഐ എം പ്രൗഡ് ടു ബി ഇന്ത്യൻ, ഐ പ്രൗഡ് ടു ബി പാർട്ട് ഓഫ് ദിസ് ടീം എന്ന് നമ്മൾ പറയുമ്പോൾ അതിനൊരു പോസിറ്റീവ് മീനിങ് ആണ്. പക്ഷേ മലയാളത്തിൽ നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. ആ ഒരു ഈ പെർട്ടിക്കുലറായിട്ടുള്ള ഈ പ്രത്യേകിച്ച് ആദ്യത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഒരു നെഗറ്റീവ് മീനിങ്ങിലാണ്. കാരണം മലയാളത്തിൽ നമ്മൾ വായിക്കുക, നമുക്ക് രണ്ട് വേർഡ് അതിനുണ്ട്. ഒന്ന്, ഞാൻ അഭിമാനിക്കുന്നു, ഞാനൊരു ഇന്ത്യൻ ആകുവാനായിട്ട് ഞാൻ ഇന്ത്യൻ ആയിരിക്കുന്നതുകൊണ്ട് ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറയുന്നു. ഞാൻ ആ ടീമിൻ്റെ ഭാഗമാവുന്നത് അഹങ്കരിക്കുന്നു. ഇത് രണ്ടും രണ്ട് വേർഡാണ്. സോ ഒരേ വേർഡാണ് ഇംഗ്ലീഷിൽ യൂസ് ചെയ്തിരിക്കുന്നെങ്കിലും പക്ഷേ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ കോണ്ടെക്സ്റ്റ് ഹൗ ഇറ്റ് ഈസ് യൂസ്ഡ്. പക്ഷേ മലയാളത്തിൽ വന്നപ്പോൾ അത് ക്ലിയർ ആണ്. അഹങ്കാരം വരുമ്പോൾ എന്തുണ്ടാവുന്നു? എന്തെഴുതിയിരിക്കുന്നത് വാക്യം വായിച്ചാട്ട്. അഹങ്കാരം വരുമ്പോൾ ലജ്ജ ഉണ്ടാകുന്നു. എവിടുത്തെ ലജ്ജയുടെ കാര്യം ഈ പറയുന്നത്? എവിടെയാണ് ലജ്ജ ഉണ്ടാകുന്നത്? വാട്ട് ഈസ് ദി അൾട്ടിമേറ്റ് ഷെയിം എ പേഴ്സൺ ക്യാൻ ഹാവ്? ഏറ്റവും നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം ലജ്ജ പല കാര്യങ്ങളിനകത്ത് ഉണ്ടാകാം. ഒരു പക്ഷെങ്കിൽ നമ്മൾ പർട്ടിക്കുലറായിട്ട് ക്ലാസ്സിൽ നമുക്ക് നല്ല മാർക്ക് കിട്ടുന്നില്ല, ഒരു പക്ഷേ നമുക്കൊരു ലജ്ജ ഉണ്ടാവാം. അല്ലെങ്കിൽ നമുക്ക് നല്ല ജോലി കിട്ടുന്നില്ല, ഒരു പക്ഷെങ്കിൽ നമുക്ക് ലജ്ജ ഉണ്ടാവാം. നമ്മൾ ഓടിക്കുന്ന വണ്ടി, നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ കുടുംബം, നമ്മുടെ കുടുംബത്തിലെ പശ്ചാത്തലം, ചിലതൊക്കെ നല്ലതും അല്ലാത്തതും ഒക്കെ ആവുമ്പോൾ നമുക്ക് ലജ്ജ ഉണ്ടാകുന്ന ഒത്തിരി സാഹചര്യങ്ങളുണ്ടാവും, അല്ലേ? പക്ഷേ അൾട്ടിമേറ്റ്ലി യഥാർത്ഥത്തിൽ എന്താണ് നമ്മൾ പറയുന്നതായിട്ടുള്ള ലജ്ജയെക്കുറിച്ച് നമ്മൾ പറയുന്നത്? ഏറ്റവും വലിയ ലജ്ജ, അത് ശരിക്കും നമുക്കൊരിക്കലും നികത്താൻ പറ്റാത്തൊരു ലജ്ജ എന്തായിരിക്കും? നമുക്ക് ദാനിയേൽ പ്രവചൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങളൊന്ന് വായിക്കാം. ദാനിയേൽ പ്രവചൻ്റെ പുസ്തകം ചാപ്റ്റർ 12 verse 2 and 3. So many of those who sleep in the dust of the earth shall awake, some to everlasting life, but some to shame and everlasting contempt. അപ്പം പൊടിയിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരുപാട്, many of those who sleep in the dust of the earth shall awake, some will come to everlasting life. ചിലരുടെ ജീവിതത്തിൽ എന്തുണ്ടാവും? നിത്യ ജീവനുണ്ടാവും. പക്ഷെ ചിലർക്ക് എന്തുണ്ടാവും? some to shame, ലജ്ജയുണ്ടാവും, and everlasting contempt. അപ്പം ചിലരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലുണ്ടാകാൻ പോകുന്ന ഓഹരി എന്ന് പറയുന്നത് ലജ്ജയാണ്. പക്ഷേ ഇവിടെ പിന്നെ അതിനൊരു വ്യത്യാസം ഉണ്ടാകാൻ പോകുന്നില്ല. ദിസ് ഈസ് ദ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു പക്ഷെങ്കിൽ ഈ ലോകത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുത്തി നമുക്ക് വ്യത്യാസപ്പെടുത്തുവാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ, ഐ വാസ് ഡൂയിങ് വെരി ബാഡ്ലി ഇൻ മാത്ത് ദിസ് ഇയർ ആൻഡ് പ്രോബബ്ലി ഐ സ്റ്റഡി വെൽ, നെക്സ്റ്റ് ഇയർ ഐ ക്യാൻ ഗെറ്റ് എ ബെറ്റർ മാർക്സ്, ഇസ്ൻ്റ് ഇറ്റ്? ആ കാര്യങ്ങൾക്ക് വ്യത്യാസം വരുത്താനായിട്ട് പറ്റും. പക്ഷേ ഇവിടുത്തെ ഒരു കാര്യം പറയുന്നത്, അവിടെ ചെന്ന് നിൽക്കുന്ന ആ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, ആ ന്യായാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് നിത്യലജ്ജ ഉണ്ടാകുന്നുവോ എന്നുള്ളതാണ് യഥാർത്ഥമായ ഒരവസ്ഥ. ഇവിടെ പറഞ്ഞിരിക്കുന്നു, അഹങ്കാരികളെ സംബന്ധിച്ചിടത്തോളം വാട്ട് ആർ ദേ ഗോയിങ് ടു ഗെറ്റ്? ദേ ആർ ഗോയിങ് ടു ഗെറ്റ്, അവർക്ക് ഷെയിം, അവരുടെ ജീവിതത്തിൽ ലജ്ജ വരുവാനുള്ള സാഹചര്യങ്ങളുണ്ട് എന്ന് പറയുന്നു. എന്നാൽ താഴ്മയുള്ളവരെ സംബന്ധിച്ച് അവർക്കെന്തുണ്ടാവും? ജ്ഞാനമുണ്ടാകുമെന്ന് പറയുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കണം, കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ, കർത്താവിൻ്റെ മുഖത്ത് നിൽക്കുമ്പോൾ അവൻ്റെ മുഖത്തിന് വാട്ടം സംഭവിക്കുന്നുണ്ടോ ഇല്ലയോ എന്നാണ് യഥാർത്ഥത്തിൽ നോക്കേണ്ടത്. അവിടെയാണ് നമുക്ക് മനസ്സിലാകേണ്ടത്. സോ എന്താണ് ഒരു അഹങ്കാരിയായിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്തായിരിക്കും? അഹങ്കാരിയുള്ള ജീവിതത്തിലുള്ള പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എപ്പോഴും അവനായിരിക്കും, ഹി തിങ്സ് ദാറ്റ് ഹീ ഈസ് സംതിങ് ഡിഫറെൻറ്റ് ആൻഡ് ഹീ ഈസ് ദ വൺ ഹു ഈസ് ഗോയിങ് ടു ഡു തിങ്സ്, അല്ലേ? എപ്പോഴും അഹങ്കാരിയുടെ ലക്ഷണം എങ്ങനെയായിരിക്കും? അഹങ്കാരി പറഞ്ഞാൽ ഐ ആം സംബഡി, ഞാനാണ് എല്ലാത്തിൻ്റെയും മേളിലുള്ള വ്യക്തി എന്നുള്ള ഒരു ചിന്തയായിരിക്കും. അതാണ് അഹങ്കാരത്തിൻ്റെ ലക്ഷണം.
നമുക്കറിയാം ഇത് ഇന്നും നിലയും തുടങ്ങിയതല്ല. ഉൽപ്പത്തി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നമുക്കിതിൻ്റെ ചിത്രം നന്നായിട്ട് കാണാം. നമുക്ക് നന്നായിട്ടറിയാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലൂടെ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് കാണാം ഹവ്വാമ്മച്ചിയുടെ ജീവിതത്തിൽ നമ്മൾ ഈ ഒരു കാര്യങ്ങൾ കാണാനായിട്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കണം, ഡു വി ഹാവ് ഇങ്ങനത്തെ ഒരു പ്രോബ്ലം? രക്ഷിക്കപ്പെട്ട് ദൈവത്തിലേക്ക് വന്ന ദൈവ കുടുംബത്തിലേക്ക് വന്ന ഓരോ വ്യക്തി ജീവിതങ്ങളും മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ആർ വി ഫോളോയിങ് ഇൻ ട്രാപ്പ് ഓഫ് ദിസ് പർട്ടിക്കുലർ ഡെവിൾസ് ടെക്നിക്സ്? എന്താണ് ഡെവിൾ പറഞ്ഞൊരു കാര്യം? അവരോട് പറഞ്ഞൊരു കാര്യം ചാപ്റ്റർ 3 3-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ ദൈവത്തെ പോലെ ആകും എന്ന് പറയുന്നത് അപ്പയറൻ്റ്ലി ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനകത്ത് അഗെയിൻ ഐ തിങ്ക് ദർ ഇസ് നത്തിങ് റോങ്. ദൈവത്തെ പോലെ ആകാനായിട്ടാണ് നമ്മളെല്ലാവരും ശ്രമിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ദൈവത്തെ പോലെ എന്ത് ചെയ്യണം ചെയ്യണ്ട എന്ന് തീരുമാനിക്കുന്നത് നിനക്ക് ചെയ്യുവാനായിട്ട് കഴിയും. ഫ്രം നൗ ഓൺവേർഡ്സ് യു ക്യാൻ ബി യുവർ ഗോഡ്. എന്ത് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കാനുള്ള റൈറ്റ്. ഇപ്പം നമ്മൾ പിള്ളേരൊക്കെ നമ്മൾ വളർന്നൊക്കെ വരുമ്പോഴത്തേക്ക് അറ്റ് വാട്ട് ഏജ് യു ഹാവ് യുവർ റൈറ്റ്? 18 ഒക്കെ ആക്കുമ്പോഴത്തേക്ക് പറയും, പിള്ളേരൊക്കെ പറയും, ഞാൻ 18 വയസ്സായി, ഇനി എനിക്ക് ഡിസൈഡ് ചെയ്യാം അല്ലേ, ഐ ക്യാൻ ഡിസൈഡ്. പക്ഷേ ഇവിടെ ഹവ്വാമ്മച്ചിയുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അതാ ഒന്ന് പറയുകയാണ്, സി യു ക്യാൻ ഡിസൈഡ് ഫ്രം ഇത് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഫ്രൂട്ട് നീ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്തായിരിക്കും? അന്നു മുതൽ നിനക്ക് യു ക്യാൻ ബി യുവർ ഗോഡ്. നിനക്ക് നിൻ്റെ ദൈവമായിരിക്കാം. അപ്പം ആ ഒരു സിംഹാസനത്തിൽ നമ്മളുടെ ഡിസിഷൻ എടുക്കുന്ന ആ ഒരു തലത്തിൽ ആരാണ് ഇരിക്കുന്നത്? നമ്മളാണോ ദൈവമാണോ? അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നു, അന്നുവരെ അവരുടെ ജീവിതത്തിൽ ദൈവമായിരുന്നു ഓരോ കാര്യങ്ങളും തീരുമാനിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ പിശാച് വന്ന് പറയുകയാണ്, ഇന്നു മുതൽ നിനക്ക് തീരുമാനിക്കാനായിട്ട് പറ്റും വാട്ട് യു വോണ്ട് ടു ഡു. ചിലർ പറയത്തില്ലേ, എൻ്റെ ജീവിതത്തിൽ എന്തെടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കും അല്ലേ, ഐ വിൽ ഡിസൈഡ് മൈ ഫ്യൂച്ചർ എന്നൊക്കെ പറയും. പക്ഷേ ആ പറയുമ്പോഴും ഇവിടെ പറയുന്നത് ആരാണ് ആ തീരുമാനങ്ങൾ എടുക്കുന്നത്? നമ്മളാണ് ആ തീരുമാനങ്ങൾ എടുക്കുന്ന നിലയിൽ കാര്യങ്ങളായിത്തീരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സഹോദരി അതുപോലെ വിശ്വസിച്ചു, ഈ പറഞ്ഞതുപോലെ വിശ്വസിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഇവാലുവേറ്റ് ചെയ്തു. അടുത്ത വാക്യത്തിലെ വുമൻ വാട്ട് സേസ്, വുമൻ സോ ദാറ്റ്, 6-ാമത്തെ വാക്യം, ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ട് ഫലം പറിച്ചു തിന്നു. ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. ഈ കാണുവാനായിട്ട് കണ്ടു. ഷീ ഇവാലുവേറ്റഡ് ഇറ്റ്, റൈറ്റ്? ഷീ ഇവാലുവേറ്റഡ് ഇൻ ഹർ ലൈഫ് ആൻഡ് ഷീ ഫൗണ്ട് ഇറ്റ്, ഇറ്റ് വാസ് പ്ലസന്റ്, ഇറ്റ് വാസ് എ ഗുഡ് ഫോർ ഫുഡ്, ഇറ്റ് വാസ് പ്ലസന്റ് വിത്ത് ദി ഐസ് ആൻഡ് എ ട്രീ ഡിസൈറബിൾ ടു മേക്ക് വൺ വൈസ്. അദ്ദേഹം പറയുന്നത് പോലെയൊക്കെ എന്നെ ജ്ഞാനമുള്ളവനാക്കി തീർക്കും, അല്ലെങ്കിൽ ജ്ഞാനമുള്ളവളാക്കി തീർക്കും എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ആ സഹോദരി വന്നു. സഹോദരി മേടിച്ച് കഴിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആർക്കിനോടെ കൊടുത്തു? ഭർത്താവിനോട് കൊടുത്തു. എന്ത് പറ്റി? രണ്ടുപേരും കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് പറ്റി? അവർ മരിച്ചോ? ഇല്ല, മരിച്ചില്ല അല്ലേ? മരിച്ചായിരുന്നോ? മരിച്ചില്ലേ? മരിച്ചില്ല. ദൈവം എന്താ പറഞ്ഞേ? മരിക്കും. പക്ഷെ അവർ മരിച്ചില്ലല്ലോ. പക്ഷെ അവർ മരിച്ചു. ദ ഡേ വെൻ ദേ എയ്റ്റ് ദാറ്റ്, ദേ ലോസ്റ്റ് ദ കണക്ഷൻ വിത്ത് ദ ലോർഡ്. ദാറ്റ് ഇസ് ഡെത്ത്. മനസ്സിലായല്ലോ? അപ്പം ഈ അഹങ്കാരത്തിൻ്റെ കുഴപ്പം എന്നാണെന്നറിയാമോ? അഹങ്കാരത്തിൻ്റെ കുഴപ്പം, the day, that's what we read, humble yourself in the mighty hand of the Lord and he shall lift you up, അല്ലേ? ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴിൽ നമ്മുടെ ശരീരത്തിലെ മരണം, ശാരീരിക മരണം സംഭവിച്ചില്ല. ശരിയാണ്, ജീവനൊക്കെ ഉണ്ടായിരുന്നു, നമ്മളുടെ ലങ്സൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്, തലയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ the spirit connection to the Father is gone. സോ ദൈവം പറഞ്ഞത് കള്ളമൊന്നുമല്ല. അറ്റ് ദാറ്റ് പോയിന്റ് യു എയ്റ്റ്, യു ഗോട്ട് സെപ്പറേറ്റഡ്. പ്രൈസ് ഗോഡ്. അന്നുവരെ ഉണ്ടായിരുന്ന ദൈവത്തിനോടുള്ള കൂട്ടായ്മ, ദേ ലോസ്റ്റ് ഇറ്റ്. അപ്പോൾ അഹങ്കാരം ഉണ്ടാകുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? ലജ്ജ ഉണ്ടാകുക എന്ന് പറയുമ്പോൾ പ്രത്യക്ഷത്തിൽ നമ്മൾ വിചാരിക്കും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഐ എം നോട്ട് ഡെഡ്, ഐ എം സ്റ്റിൽ അലൈവ് ആൻഡ് ഐ ക്യാൻ ബി ഓൺ മൈ ഓൺ, ഐ ക്യാൻ ഡു മൈ ഓൺ ഡിസിഷൻസ്, ഐ ക്യാൻ ഡു വട്ട് എവർ ഐ വോണ്ട് ആൻഡ് ഐ എം മൈ ബോസ് എന്ന് പ്രത്യക്ഷത്തിൽ തോന്നുമെങ്കിലും അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ ഫസ്റ്റ് ലെവലിൽ നഷ്ടപ്പെട്ടു. ഈ
ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ട ഇവരുടെ ജീവിതത്തിൽ പിന്നെന്താ സംഭവിച്ചതെന്നറിയാമോ? പിന്നെ ഉണ്ടാകാൻ പോകുന്നത്, നമ്മൾ പല കുടുംബങ്ങളിലും നമ്മൾ നോക്കുമ്പം ദർ ആർ ലോട്ട് ഓഫ് കൺഫ്യൂഷൻ ഇൻ ലോട്ട് ഓഫ് ഫാമിലീസ്. ഇൻ ലോട്ട് ഓഫ് പേഴ്സണൽ ലൈഫ് ദർ ആർ ലോട്ട് ഓഫ് കൺഫ്യൂഷൻ. You ask them, they say like everything is good, everything is fine. Ultimately, there is proudness at the root cause. അഹങ്കാരമാണ് അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം. അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പാടാണ്. പക്ഷേ യു കൻ ജസ്റ്റ് റീഡ് ദാറ്റ്, ഇറ്റ് ഇസ് ദെയർ ഇൻ ദ സെയിം ചാപ്റ്റർ. ആ അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പം വേഴ്സ് 7 വായിച്ചട്ടെ, 7ാമത്തെ വാക്യം. ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു, തങ്ങൾ നഗ്നരെന്ന് അറിഞ്ഞു. അത്തിയില കൂട്ടിത്തുന്നി തങ്ങൾക്ക് അരയാട ഉണ്ടാക്കി. Yeah. And the first thing they came to know is that, that they were naked and they sewed leaves and together and made themselves covering. Until then ഈ രണ്ടുപേരുടെയും ബുക്ക് ഓപ്പൺ ആയിരുന്നു. ഈ രണ്ടുപേരുടെയും ലൈഫ് ഓപ്പൺ ആയിരുന്നു. ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ടുപേരുടെയും പേഴ്സണൽ ലൈഫ് നോക്കിയാൽ രണ്ടുപേരും ഓപ്പൺ ആയിരുന്നു. പക്ഷേ അറ്റ് ദ മോമെൻറ്റ് ഡെത്ത് കെയിം ഇൻ, വാട്ട് ഹാപ്പൻഡ്? രണ്ടുപേരും ബുക്ക് അടച്ചു. പറഞ്ഞു, എൻ്റെ ലൈഫ് എനിക്കും നിൻ്റെ ലൈഫ് നിനക്കും. മനസ്സിലായോ? And they started hiding it. They started covering it. Because they know, now if she sees my book and I feel I'm naked, so I don't want her to see my book. എൻ്റെ മനസ്സിൽ കൂടെ എന്താ പോകുന്നതെന്നും ഞാൻ എന്താ ചിന്തിക്കുന്നതെന്നൊന്നും I don't want her to see. And the same way the other way around. You see? ഒന്നും സംഭവിച്ചില്ല എന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നും. പക്ഷേ they started hiding each other. That's the first level of it. അതുകൊണ്ടാണ് പലപ്പോഴും ഈ സിമ്പിൾ നോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഹസ്ബൻഡ്മാരുടെ ഫോൺ അതുപോലെ വൈഫിൻ്റെ കൊടുക്കാൻ പറ്റും, അല്ല തിരിച്ചും. പലരും അത് ചലഞ്ച് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. യു ഷുഡ് ബി ഏബിൾ ടു, ഇസ്ൻ്റ് ഇറ്റ്, ടു ദ ലീസ്റ്റ്. ദാറ്റ് ഇസ് ദ ലീസ്റ്റ്. അതത്ര ഗ്രേറ്റ് ഒന്നും ഞാൻ പറയുന്നില്ല. ദ ലീസ്റ്റ് ഷുഡ് ബി ദെയർ. ഗോ ആൻഡ് ഹാവ് ലുക്ക്. റൈറ്റ്? ദാറ്റ്സ് ദ ലീസ്റ്റ്. അതുപോലെ തന്നെ പിള്ളേരാന്ന് പറഞ്ഞാലും ഷുഡ് ബി ഓപ്പൺ. പക്ഷേ പിള്ളേർ നോ, വി പുട്ട് പാസ്വേഡ് ഹിയർ ആൻഡ് ദെൻ സോ ദാറ്റ് ദി പേരൻസ് ഡു നോട്ട് നോ വൈ യു വോണ്ട് ടു ഹൈഡ്. ബിക്കോസ് യു തിങ്ക് ദാറ്റ്, അത് നമ്മൾ ചിന്തിക്കുന്നത് എന്നാ, ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ പറയുന്നത് വി ആർ സോ കോൾഡ് ഐ ആം സെൽഫ് ഡിസിസീവ്, ഐ ക്യാൻ ഡു മൈ ഓൺ ഡിസിഷൻ എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. പക്ഷേ അക്കോർഡിംഗ് ടു ഗോഡ്സ് വേർഡ് ദ റൂട്ട് കോസ് ഇസ് വാട്ട്? യു ആർ പ്രൗഡ്. Right? That's the first level. Now, then what's the next happened? അടുത്ത 8ാമത്തെ വാക്യം. വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ച്, നീ എവിടെ എന്ന് ചോദിച്ചു. ഇപ്പോൾ അവർ ദൈവത്തിൽ നിന്ന് തന്നെ ഒളിക്കുകയാണ്. ദൈവത്തിൽ നിന്ന് ഒളിക്കുകയാണ് പല കാര്യങ്ങളും. ബട്ട് ഗോഡ് നോസ് എവറിത്തിങ് ത്രൂ ആൻഡ് ത്രൂ. നമ്മൾ പറഞ്ഞാലും പറഞ്ഞില്ലേലും പക്ഷേ ദൈവത്തിന് എല്ലാ കാര്യങ്ങളും പറയും. അപ്പോൾ ദൈവത്തിൽ നിന്ന് കാര്യങ്ങൾ ഒളിക്കാൻ തുടങ്ങിയാണ്. ആൻഡ് ദെൻ വാട്ട് ഹാപ്പൻഡ്? അടുത്ത വാക്യം എന്താ പറയുന്നത്? ദൈവം ചോദിച്ച ചോദ്യം, അതാമേ നീ എവിടെ? വേർ ആർ യു? വേഴ്സ് 10, 10ാമത്തെ വാക്യം. ഐ ഹേർഡ് യു വോയിസ്. ഈ ഭാഗങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. സോ ഐ ആം ഗോയിങ് വെരി ഫാസ്റ്റ്. വേഴ്സ് 10, 10ാമത്തെ വാക്യം. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു. നീ നഗ്നനെന്ന് നിന്നോട് ആർ പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നുവോ എന്ന് അവൻ ചോദിച്ചു. And then comes fear in their life. പിന്നെന്തുണ്ടാകുന്നു? ഭയമുണ്ടാകുന്നു. And some people take the fear advantage. Right? കർത്താവിനെ അങ്ങനെ ചെയ്യുമോ, കർത്താവിനെ ഇങ്ങനെ ചെയ്യുമോ? റൈറ്റ്? അപ്പോൾ പല കാര്യത്തിൻ്റെയും അടിസ്ഥാനം ഈ ഫിയറിൻ്റെ മാനിപ്പുലേഷനാണ്. റൈറ്റ്? അപ്പം ഇവിടെ അവരുടെ ഫസ്റ്റ് അടുത്ത പേടി ഒരു പേടിയാണ്. ദൈവത്തിനടുക്ക വരാൻ പറ്റത്തില്ല, ദൈവം എന്നെ എന്തെങ്കിലും ചെയ്യുമോ, ദൈവം എന്നെ ശിക്ഷിക്കുമോ, അങ്ങനെയുള്ളൊരു പേടിയോടുകൂടി. സോ ഹൈഡിങ്, പ്രെയർ ഇല്ല, ബൈബിൾ വായനയില്ല, ദൈവത്തിൻ്റെ അടുക്കലേക്ക് അടുത്ത് വരികയില്ല. നോ, ദിസ് ഈസ് വാട്ട് ഹാപ്പൻസ്. അഗെയിൻ ദ റൂട്ട് കോസ് ഇസ്, വാട്ട് ഇസ് ദ റൂട്ട് കോസ്? പ്രൈഡ്. ഓക്കെ, അടുത്ത വാക്യം വായിച്ചേ.
അതിന് മനുഷ്യൻ, എന്നോടുകൂടെ ഇരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷഫലം തന്നു, ഞാൻ തിന്നുകയും ചെയ്തു എന്ന് പറഞ്ഞു. ആ, അപ്പം ഇവിടെ പറയുന്നില്ല കാര്യം. ആദാമിനോട് ചോദിച്ചു, ആദാമേ നീ ഇങ്ങനെ ചെയ്തതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ആദാം എന്ത് പറഞ്ഞേ? എന്നോടുകൂടെ ഞാൻ വായിച്ചിട്ട്, എന്നോടുകൂടെ ഇരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ ഇപ്പോൾ വൃക്ഷഫലം തന്നു, ഞാൻ തിന്നുകയും ചെയ്തു എന്ന് പറഞ്ഞു. സോ ഹൂ ഇസ് അറ്റ് ഫോൾട്ട്? ഗോഡ് ഇസ് അറ്റ് ഫോൾട്ട്. കാരണം ആരാ തന്നേ? ദൈവം തന്നേ. ദൈവം തന്നു. പിന്നെ ആരാ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചേ? ഹവ്വ. റൈറ്റ്? അപ്പം ഇപ്പോൾ പ്രോബ്ലം ആരുടെയാണ്? ഹവ്വയുടെ. സോ ഇൻ യുവർ ലൈഫ് യു സീ യു കോൺസ്റ്റൻ്റ്ലി അക്യൂസിങ് ഗോഡ്. ദൈവത്തെ നിരന്തരമായി കുറ്റം പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ടേക്ക് ഇറ്റ് ടു ദ റൂട്ട്. ഇറ്റ്സ് പ്രൗഡ്നെസ്. യു സേ ഇറ്റ്സ് ഗോഡ്, യു ആർ ദ വൺ ഹു മെയ്ഡ് മീ ലൈക്ക് ദിസ്. നീ എന്നെ ജനിപ്പിച്ച കുടുംബം, നീ എന്നെ വിളിപ്പിച്ച സ്ഥലം, അല്ലെങ്കിൽ എൻ്റെ എഡ്യൂക്കേഷൻ, എൻ്റെ കളർ, എൻ്റെ ടൈം, ഇതൊക്കെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാൻ കാണും. Now you think that that's nominal right of yours, അല്ലേ? നമ്മൾ പറയുന്നത് അതെൻ്റെ അവകാശമാണ്, ദൈവത്തെ ചോദ്യം ചെയ്യുന്നതിൻ്റെ അവകാശമാണെന്നൊക്കെ നമുക്ക് ഒരു പക്ഷേ ചിന്തിക്കാമായിരിക്കും. പക്ഷേ ഇവിടെ എന്താ നമ്മൾ കാണുന്നത്? ഇറ്റ് ഈസ് ആക്ച്വലി ദ ആഫ്റ്റർ എഫക്റ്റ് ഓഫ് ദ ഫോൾ. ഈ പിശാചിനെ ഈ ഒരു കാര്യം കേട്ട് പാപം ചെയ്തതിൻ്റെ അവസ്ഥയുടെ ഫോളാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോടുള്ള ചോദ്യം ഇതുപോലെ കൺസിസ്റ്റൻ്റായിട്ട് ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നൊരു കാര്യം. പിന്നെന്താണെന്നറിയാമോ? വി അക്യൂസ് അതേഴ്സ്. എപ്പോഴും നമ്മൾ പറയും എൻ്റെ കുഴപ്പമില്ല. ആരുടെ കുഴപ്പമാണ്? ഭാര്യയുടെ കുഴപ്പമാണ്. എൻ്റെ കുഴപ്പമില്ല. ആരുടെ കുഴപ്പമാണ്? കൊച്ചുങ്ങളുടെ കുഴപ്പമാണ്. കൊച്ചുങ്ങളുടെ കുഴപ്പമില്ല. കൊച്ചുങ്ങൾ പറയും എൻ്റെ കുഴപ്പമില്ല, എൻ്റെ പേരൻസിൻ്റെ കുഴപ്പമാണ്. അവരെ കൊണ്ട് ഞങ്ങളിങ്ങനെ ആയിരിക്കുന്നത്. Keep on pointing fingers at others, and you will never take the blame on you. You get into an argument, get into a situation in your life, and you never take the blame on you. You never take some. Adam never said, God, forget about all that. I did the sin. I disobeyed. Period. That's what he should have said. I disobeyed. Period. Dear brothers and sisters, do you see that in your life? നിങ്ങളുടെ ജീവിതത്തിൽ ഇത് കാണാറുണ്ടോ? Where you argue that it is not your fault, it is his fault, her fault, right? And you say it is not because of me, it is because of that person, and I am just a victim. ഞാൻ ഇതിനകത്തൊക്കെ ഒരു ബലിയാട് മാത്രമാണ്, അല്ലാതെ ഞാൻ ചെയ്ത കാര്യങ്ങളൊന്നും അല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ എന്താവും? ഈ ബലിയാടൊരു വിക്റ്റിമാണല്ലോ. ആളിനെ സംബന്ധിച്ച് മാനസാന്തരപ്പെടാനൊന്നുമില്ല. ആളിതിൻ്റെ എല്ലാ എഫക്റ്റുകൾ എടുക്കുകയാണല്ലോ, അതിൻ്റെ കോസല്ലല്ലോ. മനസ്സിലായോ? അപ്പോൾ എന്താണ് അവിടെ ഉണ്ടാകാൻ പോകുന്നത്? ആ വീട്ടിലെ സമാധാനം അതോടുകൂടെ തീരും. പ്രൈസ് ഗാഡ്. പ്രിയ സാരങ്ങളെ, നമ്മൾ വിചാരിക്കും ഇതെൻ്റെ റൈറ്റാണ്, ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യേണ്ടത്, ഞാൻ എൻ്റെ ജീവിതത്തിന് വേണ്ടി ഇങ്ങനെയാണ് നിൽക്കേണ്ടതെന്നൊക്കെ നമ്മൾ പറയും. ബട്ട് ടേക്ക് ഇറ്റ് ഫ്രം മീ, ഇറ്റ് സേസ് ദ റൂട്ട് കോസ് ഈസ് ബേസിക്കലി യു ആർ പ്രൗഡ്. യു ഹാവ് നെവർ ഗിവൻ ദ ത്രോൺ ഓഫ് യുവർ ലൈഫ് ടു ദ ലോർഡ്. വീണ്ടും ഞാൻ അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? യേശുവിനെ ആരെന്ന് ഏറ്റു പറയണം? കർത്താവെന്ന് ഏറ്റു പറയും, അല്ലേ? എന്താ കർത്താവെന്ന് പറഞ്ഞാൽ? The Lord, the one who want to take decision in my life. എൻ്റെ ജീവിതത്തിലെ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്ന ഒരു വ്യക്തി. പക്ഷേ പലപ്പോഴും നമ്മൾ യേശുവിന് ഈ സിംഹാസനമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും പലപ്പോഴും നമ്മളവിടെ കയറിയിരിക്കും. പറയും, കർത്താവേ, ഈ തീരുമാനം ഞാൻ എടുക്കാം, ഇത് ഞാൻ എടുക്കാം, ഇതെൻ്റെ റൈറ്റാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കയറി. നമ്മൾ കയറി ഇറങ്ങിയെടുക്കുന്ന തീരുമാനങ്ങളെല്ലാം തന്നെ, പ്രിയ സഹോദരങ്ങളെ, അത് ഈ പറയുന്ന അവസ്ഥയിൽ എല്ലാമായി തീരും. എന്നാൽ കർത്താവിൻ്റെ സ്നേഹത്തിൽ കർത്താവ് ആദാമിനെ ശപിച്ചില്ല. ആദാം അങ്ങനെ ചെയ്തതുകൊണ്ട് ഭൂമിയെ ശപിച്ചു. ഈവിനെ ശപിച്ചില്ല, പക്ഷേ കഷ്ടങ്ങൾ വർദ്ധിച്ചു. ദർ ആർ ലോട്ട് ഓഫ് എഫക്ട്സ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാനപരമായി നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ആ കരത്തിൻ്റെ കീഴിൽ താണിരിക്കാത്തത് കൊണ്ട് we get into shame in every area in our life.
നമ്മളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ലജ്ജാകരമായ അവസ്ഥകളിലോട്ട് പോവുകയാണ്. പക്ഷെ അതൊരു പക്ഷേ നമ്മൾ ഡിഫെൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ ആദാമിനോട് ചോദിച്ചാൽ ആദാം പറയും, ഐ ഡിഡ്ന്റ് സിൻ, ഐ ഹാവ് നോ പ്രോബ്ലം, ഇറ്റ്സ് മൈ വൈഫ്, ഇറ്റ്സ് ഗോഡ്, റൈറ്റ്? ഹി തിങ്ക്സ് ആൻഡ് ഐ എം പ്രൗഡ്. ബട്ട് ദെൻ ആക്ച്വലി ദൈവത്തിൻ്റെ കണ്ണിൽ നോക്കുമ്പോൾ ലജ്ജാകരമായ അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, വെൻ യു സീ ദാറ്റ് ഇറ്റ് ഈസ് ഇൻ യുവർ ലൈഫ് ലൈക്ക് ദാറ്റ്, നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ഒരു സുബോധത്തിലേക്ക് വരാനായിട്ടുള്ള ഒരു ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ ദൈവസന്നിധി ചെന്ന് പറയാം, കർത്താവേ എന്നോട് ക്ഷമിക്കണം, ലോർഡ് ഗിവ് മീ ഗ്രേസ്. പലപ്പോഴും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിൽ വളരുക, ദൈവത്തിൻ്റെ കൃപയിൽ വളരുക എന്നൊക്കെ പറയുമ്പോൾ കർത്താവിൻ്റെ ആ ഒരു ഗ്രേസിൽ നമ്മൾ, പൗലോസൊക്കെ പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കേട്ടു, ഐ ബോസ്റ്റ് ഇൻ മൈ വീക്ക്നെസ് എന്നൊക്കെ പറയുമ്പോൾ it's basically he wants to stay right under the hand of the Lord. He doesn't want to take a decision on his own. അവനെ സംബന്ധിച്ചിടത്തോളം അവന് സ്വന്തമായിട്ടൊരു തീരുമാനമെടുക്കാൻ താല്പര്യം അറിയാൻ കഴിഞ്ഞിട്ടല്ല, പക്ഷേ he doesn't want to take it. പ്രിയ സാരങ്ങളെ, here the Lord is telling us one thing. നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ഷെയിംഫുൾ ആയിട്ടുള്ള നിലയിൽ നമ്മുടെ ക്രിസ്ത്യ ജീവിതം പോകുന്നെങ്കിൽ there is no connection, there's no happiness, there's no joy, there's no real growth. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, just coming and meeting and all that that's all good, that's the bare minimum, but grow in the Lord. കർത്താവിൽ വളരുക എന്ന് പറയുമ്പോൾ ഞാനൊരു വാക്യം നിങ്ങൾക്ക് എഫെസ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസിൻ്റെ പ്രാർത്ഥന. അദ്ദേഹം എന്താണ് പ്രാർത്ഥിക്കുന്നത്? അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്. 3-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം, 19-ാമത്തെ വാക്യം, വേഴ്സ് 19. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരികയും ചെയ്യണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സോ ഹൗ Heavenly Father will behave, how Jesus will behave, അങ്ങനെ ആയിത്തീരണമെന്ന് നിങ്ങൾ വളരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. While we pray for our visa and travel and all those things, that's good. I'm not saying you should not pray for it. You should pray for it. When we are sick, we should pray. All that's fine. But that's not all. Here Paul is saying that you should be filled with the fullness of God. ദൈവത്തിൻ്റെ നിറവിനോളം നിറഞ്ഞു വരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സ്വഭാവത്തിനൊത്തവണ്ണം നിറഞ്ഞു വരണം ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം പിശാചിൻ്റെ സ്വഭാവം നമുക്കറിയാം. എസെക്കിയേൽ പ്രവചന പുസ്തകം 28-ാമത്തെ അധ്യായത്തിൽ ഒരു ഡ്യുവൽ പ്രൊഫസി ഉണ്ട്. എസെക്കിയേൽ പ്രവചന പുസ്തകം 28-ാമത്തെ അധ്യായത്തിൽ where we see പിശാചിനെ കുറിച്ച്, ടൈർ എന്ന രാജാവിൻ്റെ കാര്യത്തെക്കുറിച്ച് എഴുതുമ്പോൾ അവിടെ പറഞ്ഞ 28:2, 28:2, എസെക്കിയേൽ ചാപ്റ്റർ 28 വേഴ്സ് 2. അയച്ചോ? സോർ പ്രഭുവിനോട് പറയേണ്ടത്, മനുഷ്യപുത്ര, നീ സോർ പ്രഭുവിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ ഹൃദയം നിഗളിച്ചു പോയി, നീ ദൈവമല്ല മനുഷ്യൻ മാത്രമായിരിക്കെ ഞാൻ ദൈവമാകുന്നു, ഞാൻ സമുദ്രമധ്യേ ദൈവാസനത്തിലിരിക്കുന്നു എന്ന് പറഞ്ഞു. And you say, see, I am God, I am in the seat of gods, in the midst of the seat, yet you are a man. See, because your heart is lifted up. ഇപ്പം നിന്റെ ഹൃദയത്തിന് എന്തുപോയി? നിന്റെ ഹൃദയം നിഗളിച്ചുപോയി. ദൈവം ഈ ടൈർ എന്ന് പറയുന്നത് ഒരു സ്ഥലമാണ്. ആ സ്ഥലത്തെ രാജാവിനോട് പറയുന്ന ഒരു പ്രവചനമാണ്. ആ പ്രവചനത്തിന് ഡ്യുവൽ മീനിങ് ഉണ്ട്. ആ ഡ്യുവൽ മീനിങ്ങിലാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത്. ടൈർ എന്നുള്ള രാജാവിനെ കുറിച്ചല്ല ശരിക്കും പറഞ്ഞത്. അത് താഴോട്ട് നമ്മൾ വായിക്കാൻ നമുക്ക് മനസ്സിലാവും. 3-ാമത്തെ വാക്യത്തിൽ ബിഹോൾഡ് യു ആർ വൈസർ ദൻ ഡാനിയൽ. 3-ാമത്തെ വാക്യം നീ ദൈവഭാവം നടിച്ചുകൊണ്ട് നീ ദാനിയേലും ജ്ഞാനിയല്ലോ, നീ അറിയാത്ത വണ്ണം മറച്ചു വെക്കുവാനാകുന്ന ഒരു രഹസ്യവുമില്ല. Now you see, we are talking about this king. അല്ലെങ്കിൽ പിശാചിൻ്റെ ഇൻഫ്ലുവൻസിൽ ഉണ്ടാകുന്ന ഒരു കാര്യം, ഒരു രഹസ്യവും നിന്റെ മുമ്പിൽ മറഞ്ഞിരിക്കുന്നില്ല. അതുപോലെ ജ്ഞാനമുള്ള ഒരു വ്യക്തിയാണ്.
Now അത്രയും ജ്ഞാനമുള്ളൊരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞത് ഹി ഈസ് ലിഫ്റ്റഡ് അപ്പ് ഇൻ ഹിസ് ഹാർട്ട്. അവൻ്റെ ഹൃദയം ലിഫ്റ്റ് ചെയ്തു. അവൻ്റെ ഹൃദയത്തിൻ്റെ ഇത് ആഗ്രഹം എന്നാണ്? ദൈവം ഇരിക്കുന്ന പൊസിഷനിൽ ഞാനും ഇരിക്കണം. അതുകൊണ്ട് വേഴ്സ് 14 14-ാമത്തെ വാക്യത്തിൽ എന്താ എഴുതിയേക്കുന്നത്? നീ ചിറകു വിടർത്തുന്നു മറയ്ക്കുന്ന കെരൂബാകുന്നു. ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരിക്കുന്നു. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോന്നു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിത്തീർന്നു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ദ ചെരൂബ്. ആ ചെരുവിനെ കൊണ്ട് യു ആർ എൻ അനോയിറ്റഡ് ചെരുബ്. അതാ ഞാൻ പറയുന്നത് ടൈർ രാജാവിനെ കുറിച്ചാണ് പറയുന്നതെങ്കിലും പക്ഷേ ദാറ്റ് ഇസ് എ ഡ്യുവൽ പ്രൊഫസി എന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ്. എൻ്റെ അങ്ങേപ്പുറത്ത് മനസ്സിലാക്കണം. ഇറ്റ് ഈസ് റിട്ടൺ അബൌട്ട് ദ ഡെവിൾ. ഇറ്റ് സേസ് ദാറ്റ് യു ആർ എൻ അനോയിറ്റഡ് ചെരുബ് ഹു കവേഴ്സ്. ഐ എസ്റ്റാബ്ലിഷ്ഡ് യു. യു ആർ ഓൺ ദ ഹോളി മൗണ്ടൻ ഓഫ് ഗോഡ്. യു വാക്ക് ബാക്ക് ആൻഡ് ഫോർത്ത് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ഫിയറി സ്റ്റോൺസ്. And you were perfect in your ways from the day you were created till the iniquity was bound in you. എന്താണ് പറ്റിയത്? By the abundance of trading. Verse 16, അടുത്ത വാക്യം. നിന്റെ വ്യാപാരത്തിന്റെ പെരുപ്പം നിമിത്തം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞ് നീ പാപം ചെയ്തു. അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധൻ എന്ന് എണ്ണി ദേവപർവ്വതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു. Now here the Lord is pushing the person out. എന്താ കാരണം? ബിക്കോസ് ഹി ലിഫ്റ്റഡ് അപ്പ് ഇൻ ഹിസ് ഹാർട്ട്. അവൻ്റെ ഹൃദയത്തിൽ നിഗളം നിറഞ്ഞിരിക്കുന്നു. അവൻ്റെ ഹൃദയത്തിൽ ഒരു അഹങ്കാരിയായി തീർന്നിരിക്കുന്നു. ഇപ്പോൾ ദൈവദൂതനായിരിക്കാം, എല്ലാ കാര്യങ്ങളും അറിയാമായിരിക്കാം, ദാനിയേലിനെക്കാട്ടിൽ വയസ്സായിരിക്കാം, ഒക്കെ ശരിയായിരിക്കാം. പക്ഷെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നു എല്ലാ ഭംഗികളും ഉണ്ടെങ്കിൽ പോലും അവിടെ പറഞ്ഞിരിക്കുന്ന വേഴ്സ് അടുത്ത വാക്യം 17-ാമത്തെ വാക്യം, യുവർ ഹാർട്ട് വാസ് ലിഫ്റ്റഡ് അപ്പ്. നിന്റെ സൗന്ദര്യം നിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ചു. നിന്റെ പ്രഭ നിമിത്തം നീ നിന്റെ ജ്ഞാനത്തെ വഷളാക്കി. ഞാൻ നിന്നെ നിലത്ത് തള്ളിയിട്ടു. രാജാക്കന്മാർ നിന്നെ കണ്ട് രസിക്കത്തക്കവണ്ണം നിന്നെ അവരുടെ മുമ്പിൽ ഇട്ടുകളഞ്ഞു. Your heart was lifted up because of your beauty. അപ്പം സൗന്ദര്യം നല്ലതാണെങ്കിലും സൗന്ദര്യം എന്തായിത്തീരുന്നു? ഇപ്പോൾ ഹൃദയ നിഗളത്തിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും ദൈവത്തിൽ നിന്ന് അകന്നു പോകാനായിട്ടിടയായിരുന്നു. ദൈവം തള്ളിയിടുവാനിടയായി തീർന്നു. അപ്പം ഇതൊരു പിശാചിനെക്കുറിച്ചോ അല്ലെങ്കിൽ പിശാചിനെ അനുബന്ധപ്പെട്ട് നിർത്തിയിരിക്കുന്ന ഒരു രാജാവിനെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നതാണെങ്കിലും നമ്മുടെ ജീവിതത്തിലൊരു കാര്യം മനസ്സിലാക്കണം. ഇതേ സെയിം ആറ്റിറ്റ്യൂഡാണ് നമുക്കും ഉണ്ടാകാൻ പറ്റുന്നൊരു സാഹചര്യം. എല്ലാം ഭംഗിയായിട്ട് പോകുമ്പോൾ, പ്രത്യേകിച്ചും പൈസയൊക്കെ വർദ്ധിക്കുമ്പോൾ, ആരോഗ്യമൊക്കെ ഉള്ളപ്പോൾ, കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോകുമ്പോൾ, കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളൊക്കെ നന്നായിട്ട് നടക്കുമ്പോൾ ഒക്കെ യു തിങ്ക് ദാറ്റ് യു ആർ ലിഫ്റ്റഡ് അപ്പ് ഇൻ യുവർ ഹാർട്ട് ആൻഡ് യുവർ ഡിപ്പെൻഡൻസ് ഓൺ ഗോഡ് ഇസ് ഡിക്രീസ് മച്ച് മോർ. ദൈവത്തിൽ നിന്നുള്ള ആ ഒരു ഡിപ്പെൻഡൻസ് മാറി, ദൈവകൃപ വേണമെന്നുള്ളൊരു അത്യാവശ്യമൊക്കെ മാറി, കർത്താവ് എങ്ങനെയെങ്കിലുമൊക്കെ ഇങ്ങനെ പോയാൽ മതി എന്നുള്ള നിലയിലോട്ട് കാര്യങ്ങളായിത്തീരുന്നു. നമുക്കൊരു രാജാവിൻ്റെ കാര്യം യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം ഐസായ ചാപ്റ്റർ 26, യെശയ്യാപ്രവാചകൻ്റെ പുസ്തകത്തിൽ നമുക്കൊരു രാജാവിനെ കാണാം. 2 ദിനവൃത്താന്തം 26-ാമത്തെ അധ്യായം. യു സീ എ കിങ്. 2 Chronicles chapter 26 verse 1. Now all the people of Judah took Uzziah, who was 16 years old, and made him king instead of his father Amaziah. Yeah. വായിച്ചാട്ട് 26:1. യഹൂദ ജനമൊക്കെയും 16 വയസ്സ് പ്രായമുള്ള ഉസിയാവ് കൂട്ടിക്കൊണ്ടുവന്ന് അവന്റെ അപ്പനായ അമസ്യാവിന് പകരം രാജാവാക്കി. അപ്പോൾ 16 വയസ്സിൽ അമസ്യാവിന് പകരം ഊസിയാവ് രാജാവായി. ഊസിയാവിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ ഹിതപ്രകാരം കാര്യങ്ങൾ ചെയ്തു. വേഴ്സ് 5 ഹീ സോട്ട്, 5-ാമത്തെ വാക്യം, ദൈവഭയത്തിൽ അവനെ ഉപദേശിച്ചു വന്ന സെക്രിയാവിന്റെ ആയുഷ്കാലത്ത് അവൻ ദൈവത്തെ അന്വേഷിച്ചു. അവൻ യഹോവയെ അന്വേഷിച്ച കാലത്തോളം ദൈവം അവന് അഭിവൃദ്ധി നൽകി. അപ്പം യഹോവയെ അന്വേഷിച്ച കാലത്തോളം യഹോവ അവന് അഭിവൃദ്ധി കൊടുത്തു. യഹോവയെ അന്വേഷിച്ച കാലത്തോളം യു സീക്ക് ദ ലോർഡ്, സോട്ട് ദ ലോർഡ്, ലോർഡ് വാട്ട് ഷുഡ് ഐ ഡു ഇൻ മൈ ലൈഫ്, എൻ്റെ ജീവിതത്തിലെ കാര്യങ്ങൾ എന്താണ് ഞാൻ ചെയ്യേണ്ടത്. അപ്പം ഉസിയാവ് എന്ന് പറയുന്നത് ഇസ്രായേലിനെ യൂദയെ സംബന്ധിച്ചിടത്തോളം വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് കിങ്സ് ആയിരുന്നു. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ താഴോട്ടെടുത്ത് വായിക്കുമ്പോൾ അദ്ദേഹം ഒരു വലിയൊരു യുദ്ധവീരനായിരുന്നു നമ്മൾ പറയാം. ഈ പറയുന്ന ഇന്നത്തെ കാലത്തെ മിസൈലുകളും കാര്യങ്ങളും ഒക്കെ അദ്ദേഹം തുടങ്ങിയതാണ്.
അതൊക്കെ അദ്ദേഹം ചെയ്തു. അദ്ദേഹം വളരെ മിടുക്കനായിരുന്നു. അങ്ങനെ മിടുക്കനായി ദൈവം അനുഗ്രഹിക്കുകയും എല്ലാ നിലയിലും കർത്താവ് അനുഗ്രഹിക്കുകയും ചെയ്ത ഉസിയ രാജാവ്, എല്ലാവർക്കും പേടിയായിരുന്നു ഉസിയ രാജാവിന്. അവരുടെ നെയ്ബേഴ്സിനൊക്കെ പേടിയായിരുന്നു. അങ്ങനായിരുന്ന ഉസിയ രാജാവിൻ്റെ ജീവിതത്തിൽ 16-ാമത്തെ വാക്യത്തിൽ വരുമ്പോഴേക്കും വേഴ്സ് 16, എന്നാൽ അവൻ ബലവാനായപ്പോൾ അവന്റെ ഹൃദയം അവന്റെ നാശത്തിനായിട്ട് നിഗളിച്ചു. അവൻ തന്റെ ദൈവമായ യഹോവയോട് കുറ്റം ചെയ്ത് ധൂപപീഠത്തിന്മേൽ ധൂപം കാട്ടുവാൻ യഹോവയുടെ ആലയത്തിൽ കടന്നു ചെന്നു. അപ്പം ഇവിടെ എന്താ പറ്റി? അവൻ ബലവാനായപ്പോൾ അവൻ്റെ ഹൃദയം അവൻ്റെ നാശത്തിനായിട്ട് നിഗളിച്ചു. അപ്പം നമ്മുടെ ജീവിതത്തിൽ നാശം വരാനായിട്ട്, ലജ്ജ വരാനായിട്ട് എന്തുമാത്രം വന്നാൽ മതി? നിഗളം വന്നാൽ മതി. എന്താ അദ്ദേഹം ചെയ്തത്? അദ്ദേഹം പറഞ്ഞു, എല്ലാ കാര്യങ്ങളും എനിക്കറിയാം, ഐ ക്യാൻ ഡു എവറിത്തിങ്, റൈറ്റ്, ഐ ഡിസൈഡ് മൈ ഓൺ, റൈറ്റ്. അതുകൊണ്ട് ഞാൻ രാജാവല്ലേ, അതുകൊണ്ട് ധൂപം കാട്ടാനായിട്ടും എനിക്ക് കഴിയും, അല്ലേ? ധൂപം കാട്ടാനായിട്ടും എനിക്ക് കഴിയും. അതുകൊണ്ട് പുരോഹിതന്മാരുടെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് അദ്ദേഹം കടന്നു ചെന്നു. അദ്ദേഹം ഇതെല്ലാം എടുത്തോണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ കോപം ഇറങ്ങി. 19-ാമത്തെ വാക്യം വേഴ്സ് 19, ധൂപം കാട്ടുവാൻ കയ്യിൽ ധൂപകലശം പിടിച്ചിരിക്കെ ഉസിയാവ് കോപിച്ചു. അവൻ പുരോഹിതന്മാരോട് കോപിച്ചു കൊണ്ടിരിക്കയിൽ തന്നെ യഹോവയുടെ ആലയത്തിൽ ധൂപപീഠത്തിന്റെ അരികിൽ വെച്ച് പുരോഹിതന്മാർ കാണെ അവന്റെ നെറ്റിയിൽമേൽ കുഷ്ഠം പൊങ്ങി. Immediately the Lord's anger was burned on the person. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം യഹോവയുടെ ആലയത്തിൽ ഓരോ കാര്യങ്ങളും ചെയ്യുന്നു. വളരെ കെയർഫുൾ ആയിരിക്കണം. ഇമ്മീഡിയറ്റ്ലി ഒരാൾ ചോദിച്ചു, അനനിയാസും സഫീറയുടെയും സമയത്തുണ്ടായ കാര്യങ്ങളൊന്നും ഇപ്പോൾ സംഭവിക്കുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സീരിയസ് ആയിട്ട് ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസന്മാരുള്ള, ദൈവത്തെ അനുസരിക്കുന്ന സഭയിൽ അതുപോലെ കാര്യങ്ങൾ നടക്കും. അതുകൊണ്ട് വളരെ സീരിയസ് ആയിരിക്കണം, ദൈവസന്നിധി നമ്മളായിരിക്കണം. അപ്പോൾ ഇവിടെ പറയുന്നൊരു കാര്യം, ഊസിയ വിചാരിച്ചു, ഞാൻ രാജാവല്ലേ, എനിക്കെല്ലാം ചെയ്യാം. ആ ചെയ്യാമെന്നുള്ള അതേ നിലയിൽ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ധൂപം കാട്ടുവാനായിട്ട് ചെന്നു. അറ്റ് ദറ്റ് മോമെൻറ്റ് എനീസോ അവൻ്റെ നെറ്റിയിൽ കുഷ്ഠം വന്നു. ആൻഡ് ദെൻ ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ഹിസ്റ്ററിയാണ്. അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് പോയി അദ്ദേഹത്തിനെ അടക്കിയപ്പോൾ, സാധാരണ രാജാക്കന്മാരെ അടയ്ക്കുന്നിടത്തല്ല അദ്ദേഹത്തിനെ അടക്കിയത്, ബിക്കോസ് ഹി വാസ് ലെപ്രസ്. പ്രിയ സഹോദരങ്ങളെ, എന്താണ് അതിൻ്റെ കാരണം? വാട്ട് വാസ് ദ ബേസിക് റൂട്ട് കോസ് ബിഹൈൻഡ് ഇറ്റ്? ഹി വാസ് നോട്ട് ഹംബിൾ, ഓർ ഹി നോട്ട് റിമെയിൻ ഹംബിൾ. ഒരു പക്ഷെങ്കിൽ അദ്ദേഹം 16 വയസ്സായപ്പോൾ രാജാധികാരം ഏറ്റെടുത്തപ്പോൾ അവൻ വളരെ താഴ്മയോടുകൂടി കാര്യങ്ങൾ ചെയ്ത, അപ്പോൾ ദൈവം അവനോട് കൂടെ ഇരുന്നു. എന്നാൽ കാര്യങ്ങൾ മുമ്പോട്ട് പോയപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം then he decided, I am somebody. I don't have to be under the hand of the Lord. That has exactly happened in Genesis 3, and that's what you saw all together. നമ്മൾ താഴോട്ടെല്ലാം കാണുന്നത് I am somebody. പ്രിയ സഹോദരങ്ങളെ, നമ്മളുടെ ജീവിതത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ, നമ്മളുടെ ജീവിതത്തിൽ റിപ്പൻറ്റൻസ് വരാതിരിക്കുമ്പോൾ, നമ്മളുടെ ജീവിതത്തിൽ ഈ പറയുന്നത് പോലെ when we are becoming standing like a wall and he's saying that I am not at fault, it is all because of you എന്ന് ദൈവത്തോടും മറ്റുള്ളവരോടും പറയുമ്പോൾ, and I am not able to see my own condition, one thing you have to understand, that you are basically proud. ഊസിയയുടെ കാര്യത്തിൽ ഊസിയ അത് മനസ്സിലാക്കി. ഊസിയ പറഞ്ഞു, and then he did not resist further. തന്നെത്താനെ അദ്ദേഹം ആലയം വിട്ടു പോകാനിടയായി തീർന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം കാണിക്കുന്ന ആ കാര്യം നമ്മൾ പറഞ്ഞത്, യെസ്, വി ഹാവ് ടു ഹംബിൾ അവർ സെൽസ് ബിഫോർ ദ ലോഡ്. ദൈവത്തിൻ്റെ മുമ്പിൽ അത് എന്ന് പറയുന്നത് ഇപ്പോൾ താഴ്ത്തി അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങനെയല്ല. ഇറ്റ്സ് എ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ജേർണിയാണ്. കണ്ടിന്യൂസ് ആയിട്ട് ദൈവത്തിൻ്റെ കാര്യത്തിൽ ദൈവത്തെ നമ്മുടെ ആ സിംഹാസനത്തിൽ ഇരുത്തുകയും കർത്താവ് എല്ലാ തീരുമാനങ്ങളും എടുക്കുവാനായിട്ട്. When we are strong, when we are weak, in all the cases, say, Lord, you be the Lord in my life. എൻ്റെ ജീവിതത്തിൽ നിരന്തരമായി ദൈവമായിരിക്കുവാൻ ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കും. പ്രേസ്തരങ്ങളെ, അതാണ് നമ്മൾ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആൻഡ് ഇഫ് യു ഗോ ബാക്ക് ടു പ്രോബ്സ്, ആ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, പ്രോബ്സിലോട്ട് നമ്മൾ മടങ്ങിപ്പോകുമ്പോൾ, വാക്യം ചാപ്റ്റർ 11 verse 2 ഒന്നുകൂടെ വായിച്ചടാ വാക്യം. ചാപ്റ്റർ 11 verse 2. അഹങ്കാരം വരുമ്പോൾ ലജ്ജ വരുന്നു, താഴ്മയുള്ളവരുടെ പക്കലോ ജ്ഞാനമുണ്ട്. When the pride comes, then comes shame, but with the humble is wisdom.
എന്നാൽ താഴ്മയുള്ളവർക്ക് എന്തുണ്ട്? ജ്ഞാനമുണ്ട്. അവർക്ക് ജ്ഞാനമുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് വി ഹാവ് ടു സീ. കർത്താവിൻ്റെ ജ്ഞാനം, കർത്താവിൻ്റെ പരിജ്ഞാനം നമ്മളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരുന്നതായിട്ട് നമ്മളുടെ ജീവിതത്തിൽ കാണണം. അതിന് നമ്മൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഈവൻ ഒരു അപ്പോസ്റ്റലന്മാർ പോലും അല്ല, ഒരു പ്രവാചകന്മാർ പോലും അല്ല നമ്മളുടെ ബേസ് ലൈൻ എന്ന് പറയുന്നത്. നമ്മുടെ ബേസ് ലൈൻ ആര് മാത്രമാണ്? കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. കാരണം നമുക്കൊരു പെർഫെക്റ്റ് എക്സാമ്പിൾ എങ്ങും എടുക്കാനില്ല. എല്ലാവരുടെയും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കുറവുകൾ നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ പെർഫെക്റ്റ് ആയിട്ടൊരു എക്സാമ്പിളാണ് ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൽ നിന്ന് കടന്നു വരുമ്പോൾ, 2-ാം അധ്യായം കടന്നു വരുമ്പോൾ, ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം, Philippians chapter 2, and that is a perfect sacrifice the Lord has done. 2-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം, let this mind be in you which was also in Christ Jesus. Verse 5. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ച് കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. മനുഷ്യ സാദൃശ്യത്തിനായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ബീയിങ് ഇൻ ദ ഫോം ഓഫ് ഗോഡ് ഹി ഡിഡ് നോട്ട് കൺസിഡർ ഇറ്റ് റോബറി ടു ബി ഈക്വൽ വിത്ത് ഗോഡ്. ഹി മെയ്ഡ് ഹിംസെൽഫ് ഓഫ് നോ റെപ്യൂട്ടേഷൻ. പല സമയത്തും നമ്മളുടെ റെപ്യൂട്ടേഷൻ പോകുമ്പോൾ ഹൗ യു ഫീൽ ഇറ്റ്? യു ഫീൽ ഇറ്റ് വെരി ബാഡ്, ഇസ്ൻ്റ് ഇറ്റ്? പക്ഷേ ഇവിടെ പിതാവായ ദൈവം പറഞ്ഞു, നിൻ്റെ റെപ്യൂട്ടേഷൻ പോകും, കുഴപ്പമില്ലേ? കുഴപ്പമില്ല, സാരമില്ല. പിതാവായ ദൈവം പറഞ്ഞു, നിൻ്റെ റെപ്യൂട്ടേഷൻ പോകും, ആൻഡ് യു ഹാവ് ടു ഗോ ത്രൂ ദിസ്. നിനക്ക് വേണമെങ്കിൽ ഈ ക്രൂശിലോട്ട് പോകാതെ കയറിപ്പോരാം, പക്ഷെങ്കിൽ ഈ വഴി പോവുകയാണെങ്കിൽ നിൻ്റെ റെപ്യൂട്ടേഷൻ പോകും. പ്രിയസഹോദരങ്ങളെ, കർത്താവ് എടുത്ത തീരുമാനം ഇതായിരുന്നു, ഐ വിൽ ടേക്ക് നോ റെപ്യൂട്ടേഷൻ. ആൻഡ് ദെൻ ഹി സെഡ് യുവർ പൊസിഷൻ വിൽ ഗോ. നീ ഇപ്പോൾ രാജാവാണ്, നീ ദൈവമാണ്, എന്നുള്ള പൊസിഷനിൽ നിൽക്കുകയാണ്. പക്ഷേ നൗ യു വാണ്ട് ടു ബിക്കം എ ബോൺ സെർവൻറ്റ്. ആൻഡ് തന്നെത്താനെ താഴ്ത്തി ബിക്കം എ ബോൺ സെർവൻറ്റ് കമ്മിങ് ഇൻ ദ ലൈക്ക്നെസ് ഓഫ് മെൻ. മനുഷ്യരെ പോലെ ആയിത്തീരുക. മനുഷ്യരെ പോലെ ആയിത്തീരുമ്പോഴേക്കും വിത്ത് ലിമിറ്റേഷൻസ്, ഈസ് മൂവിങ് അറൗണ്ട് വിത്ത് ലിമിറ്റേഷൻസ് അല്ലേ? ഇവിടെ ആയിരിക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടി ആയിരുന്നപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കൊല്ലുവാനായിട്ട് ഹെരോദാവ് തീരുമാനിച്ചപ്പോൾ അദ്ദേഹത്തിന് ഈ വലിയ ദൈവത്തെ എടുത്തുകൊണ്ട് പോകേണ്ട ഒരാവശ്യം. ഈസ് ലിമിറ്റിങ് ഹിംസെൽഫ്, ഇസ്ൻ്റ് ഇറ്റ്? അല്ലേ? ഒരു ദൈവത്തിന് തന്നെ ലിമിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ക്രൂശിൽ തന്നെ ഐ എം തേഴ്സ്റ്റി എന്ന് പറയുമ്പോൾ തന്നെ ലിമിറ്റ് ചെയ്യുന്ന ഒരു കർത്താവ്. ആ ഒരു കർത്താവിൻ്റെ കാര്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ആൻഡ് ദെൻ വെൻ ഈസ് ഗോയിങ് ദാറ്റ് വേ സേസ് ലോർഡ്, ദാറ്റ് ഈസ് മൈ എക്സാമ്പിൾ. നമുക്കുള്ള എക്സാമ്പിളാണ് കർത്താവ്. അത് ഞാൻ പറഞ്ഞത്, നമ്മൾ ഇപ്പോൾ നമ്മളുടെ ജീവിതം ക്രമീകരിക്കേണ്ടത് ഈ കണ്ട ഹവ്വായെയോ അല്ലെങ്കിൽ ഉസിയ രാജാവിനെയോ അല്ലെങ്കിൽ ടൈർ രാജാവിനെയോ ഒന്നുമല്ല. ഒരു പക്ഷെങ്കിൽ നമ്മൾ ഏറ്റവും സൗന്ദര്യമുള്ള വ്യക്തിയായിരിക്കാം, ഒരു പക്ഷെങ്കിൽ ഏറ്റവും പണമുള്ള വ്യക്തിയായിരിക്കാം, ഒരു പക്ഷെങ്കിൽ ഏറ്റവും ശക്തിയുള്ളൊരു വ്യക്തിയായിരിക്കാം, ബുദ്ധിയുള്ള വ്യക്തിയും എല്ലാ കാര്യങ്ങളും അറിയാവുന്നവരായിരിക്കാം. പക്ഷേ നമ്മൾ ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴിൽ താണിരിക്കാത്ത പക്ഷം ദൈവം നമുക്ക് എതിർത്ത് നിൽക്കുന്നു. God will not be able to give us the grace. ദൈവം നമുക്ക് കൃപ തരാൻ പറ്റാതാകുന്നു. പ്രൈസ് ഗോഡ്. ഓരോ ദിവസവും ദൈവത്തിൻ്റെ അടുക്കൽ നമ്മളുടെ കരച്ചിലും പ്രാർത്ഥനയും തന്നെ, കർത്താവേ, ലോർഡ് ഐ നീഡ് യുവർ ഗ്രേസ് ഇൻ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൽ നിൻ്റെ കൃപ എനിക്ക് ഭയങ്കര ആവശ്യമാണ്. ആൻഡ് യു ഗീവ് ഗ്രേസ് ഓൺലി ടു ദ ഹംബിൾ ആൻഡ് യു റെസിസ്റ്റ് ദ പ്രൗഡ്, ആൻഡ് ദാറ്റ്സ് ഗോഡ്സ് ലോ. അത് ദൈവത്തിൻ്റെ നിയമമാണ്, അതാരും ആയിക്കൊള്ളട്ടെ. But if I humble myself, Lord will lift me up. That's His rule. അത് ദൈവത്തിൻ്റെ നിയമമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴിൽ താണിരിക്കാത്ത എല്ലാ സമയങ്ങളും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ ആദ്യം പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കൺഫ്യൂഷൻ, ബിട്രയൽ, അക്യൂസിങ്, ഈ കാര്യങ്ങളെല്ലാം ഉണ്ടായിക്കൊണ്ട് there is no joy and there is fear and there is no fellowship with God. There is death is ruling in the family. All these things. But then once you start humbling yourself in the Lord, ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴിൽ താണിരിക്കുമ്പോൾ, and God's grace automatically comes in your life.
നിങ്ങളുടെ ജീവിതത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവത്തിൻ്റെ കൃപ വരുന്ന കാണും. അവരെയാണ് ദൈവവചനം എന്ത് വിളിക്കുന്നത്? ജ്ഞാനമുള്ളവരെന്ന് വിളിക്കും. ദൈവത്തിൻ്റെ കൃപയിൽ കീഴിലിരിക്കുന്നവർ, ദൈവത്തെ അനുസരിക്കുന്ന അവരെയാണ് ദൈവം ജ്ഞാനമുള്ളവരെന്ന് വിളിക്കുന്നത്. യഹോവഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണ്. Those who fear God, such a person God calls his wise person. നമ്മൾ വിചാരിക്കും വൈസ് എന്ന് പറയുന്നത് ഏറ്റവും ഫാസ്റ്റായിട്ട് നമുക്കൊരു ചെസ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്നത്. അതൊക്കെ നോളജ്, ഈ ലോകത്തിലെ കാര്യങ്ങൾ, റൈറ്റ്? ലോകത്തിലെ കഴിവുകൾ ദൈവം തന്നെ കൊടുത്തതാണ്, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. പക്ഷേ ദൈവിക ജ്ഞാനം ദൈവം അപ്രീഷിയേറ്റ് ചെയ്യുന്ന, നമ്മൾ ഈ ദാനിയേലിൻ്റെ പ്രവചനത്തിലെ ആ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ച ഡാനിയൽ ചാപ്റ്റർ 12, വാട്ട് ഈസ് ഗോയിങ് ടു ബി വാല്യുബിൾ ഇൻ ഇറ്റേണിറ്റി, നിത്യതയിൽ വിലമതിക്കുന്ന കാര്യങ്ങൾ എന്താണ് ശരിക്കും പറഞ്ഞത്? പിള്ളേരാരെങ്കിലും ഒന്ന് വായിക്കോ, ഡാനിയൽ ചാപ്റ്റർ 2 verse 2 and 3. Daniel chapter 12 verse 2 and 3. And many of those who sleep in the dust of the earth shall awake, some to everlasting life, some to shame and everlasting contempt. Some to everlasting life, some to shame and everlasting contempt. But അടുത്ത വാക്യം, those who are wise. Those who are wise shall shine like the brightness of the firmament, and those who turn many to righteousness like the stars forever and ever. Praise God. Like the brightness of the firmament, and those who ആകാശത്തിലെ പ്രഭ പോലെ ശോഭിക്കുന്നവരായി തീരും. ആര്? Those who are humble before the Lord. ദൈവത്തിൻ്റെ സന്നിധിയിൽ തന്നെ താഴ്ത്തുന്നവർ. പ്രിയ സഹോദരങ്ങളെ, this is my desire, Lord, to humble myself before the Lord. What is your desire today? ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ എന്തായിരിക്കും? നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഏതെങ്കിലും കൺഫ്യൂഷനുകൾ അലൗ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും വിഷയങ്ങളിൽ, ഇഫ് യു ആർ ഗോയിങ് ത്രൂ ദ സെയിം സിറ്റുവേഷൻ, ടേക്ക് ഇറ്റ് ആസ് വൺ തിങ് ദാറ്റ് ദർ ഇസ് പ്യോർ പ്രൗഡ്നെസ് ഇൻ യുവർ ഹാർട്ട്. അടിസ്ഥാനപരമായ റൂട്ട് കോസസ് ദാറ്റ് യു ആർ പ്രൗഡ്. ബട്ട് ദെൻ വെൻ യു ഹംബിൾ യുവർ സെൽഫ്, ലോർഡ്സ് ഗ്രേസ് കംസ് ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപ കടന്നു വരികയും ദൈവം നിങ്ങളെ ബലപ്പെടുത്തുകയും ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ നിറവോളം നിറഞ്ഞു വരുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ ബലപ്പെടുത്തുകയും ചെയ്യും. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.